കല്യാണം കഴിയുന്ന പെൺകുട്ടികൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നേടുന്നത് മുഴുവൻ പുരുഷന്മാരാണ്. ജാസ്മിൻ ഇപ്പോൾ പരാതി പറയാറില്ല. ആഷിക്ക് ചെവി കൊടുക്കാറില്ലാത്തത് കൊണ്ടിട്ട് തന്നെ കാരണം. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ തീരെഴുതി കൊടുക്കലാണോ? ആഷിക്ക, എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം. ഉമ്മയും ഉപ്പയും കാണാൻ പൂതിയായിട്ട് വയ്യ. അടുത്ത ആഴ്ച പോവാം. ഈ ആഴ്ച കൂടി കഴിയട്ടെ. നിങ്ങളിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് മാസം കുറച്ചായി. ഇപ്പം സുഖമില്ലാണ്ട് കിടക്കുകയാണ് ആഷിക്ക. ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എടി, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ചെക്കൻ്റെ വീട്ടിൽ നിൽക്കണം. അല്ലാതെ നായികക്ക് 40 വട്ടം വീട്ടിലേക്ക് കെട്ടിയെടുക്കലല്ല വേണ്ടത്. കെട്ടിയവനെയും കുട്ടികളുടെയും കാര്യം നോക്കി മിച്ചമുള്ള സമയം വേണം വീട്ടിലേക്ക് പോകാൻ. ഈ മറുപടി ജാസ്മിൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ആഷിക്കിന് ആ സങ്കടം പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവൻ ഇപ്പോഴും അവൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടിയാണല്ലോ. ഞാനാണല്ലോ പുറത്തു നിന്ന് വന്നത് എന്നവൾ പലപ്പോഴും തോന്നുമായിരുന്നു. അപ്രത്യക്ഷമായവർക്കൊരു ട്രാൻസ്ഫർ ആയിരുന്നു. പ്രതീക്ഷിക്കാവാതെ വന്ന വില്ലൻ. പ്രമോഷനോട് കൂടി ഒരു സ്ഥലം മാറ്റം ആഷിക്ക് യാത്ര തയ്യാറെടുത്തു. കൂടെ ജാസ്മിനും മക്കളും. ജയപാൽഗിരി എന്ന വിദൂരമായ ഉത്തരേന്ത്യൻ ഗ്രാമം. എത്തിപ്പെടാൻ നന്നേ കഷ്ടപ്പാടുള്ള ആ ഗ്രാമത്തിലേക്കാണ് അവർ പുതിയ പറിച്ചുനടൽ നടന്നത്. ഒന്നിനോടും പൊരുത്തപ്പെട്ടു പോവാൻ പറ്റാത്ത അവസ്ഥ. അവൻ തികച്ചും നിരാശനായിരുന്നു. പുതിയ ഭാഷ, പുതിയ ചുറ്റുപാടുകൾ, പുതിയ ഭക്ഷണ രീതികൾ, എല്ലാം വ്യത്യസ്തം. ആദ്യമായാണ് ഉമ്മയെയും ഉപ്പയെയും പിരിഞ്ഞിരിക്കുകയാണ് ആഷിക്ക്. മാസത്തിൽ ഒരു തവണയെങ്കിലും അവരുടെ അടുത്തേക്ക് ഓടിയെത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നവൻ വെറുതെ ഓർത്തു. വിളമ്പി വെച്ചൊരു ചോറ് ഒരു സുഖമില്ല. ഉമ്മ വിളമ്പിത്തരുന്നതാണല്ലോ മറ്റൊന്നും. ഒട്ടും സഹിക്കാതെ കുറച്ചവിടെ നിന്നു. ഒരു നാൾ നീണ്ട അവധിക്ക് അപേക്ഷിച്ച് കുടുംബവുമായി അവൻ നാട്ടിലേക്ക് വണ്ടി കയറി. വീട്ടിലെത്തിയപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നതിൽ അപ്പുറമായിരുന്നു ആഷിക്കിന്. ഉമ്മയുടെ നാടൻ കറികളും ഉമ്മയുടെ മോനെ എന്നുള്ള വിളികളും വാപ്പയുടെ മോനെ എന്ന വിളികളും ഏറെ നാളായി അവൻ ആസ്വദിച്ചിട്ട്. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ ജാസ്മിനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളെ അവൻ കൈപിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. ഇക്കാനോട് നിനക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നരുത്. ഉമ്മാനെയും ഉപ്പാനെയും പിരിഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ട് അറിഞ്ഞാൽ മാത്രമേ അത് എത്ര നാൾ ആയമേറിയ ഒന്നാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ അത് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു ജാസ്മിൻ. നമുക്ക് ഇന്ന് തന്നെ നിൻ്റെ വീട്ടിലേക്ക് പോവാം. ഏറെ നാൾ കൂടി ജാസ്മിൻ ഉപ്പയെയും ഉമ്മയെയും കണ്ടു. മോളുടെ വരവ് കാത്ത് ആ വയസ്സായ ഉപ്പ ഉമ്മറത്ത് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായിരുന്നു. സന്തോഷം കൊണ്ടാവണം ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. അടുക്കളയിൽ നിന്നും കരിപുരണ്ട വസ്ത്രങ്ങളുമായി ഉമ്മ ഓടിയെത്തി. മോളെ കെട്ടിപ്പിടിച്ച് അരുവരും അവളോട് ആർത്തിയോടെ വിശേഷങ്ങൾ തിരക്കി. അവർക്കറിയാം അവൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് അധികം ഉണ്ടാവില്ല എന്ന്. ആഷിക്ക് ഒരു ചടങ്ങ് തീർക്കുന്ന പോലെയായിരുന്നു അത്ര നാളും ജാസ്മിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ട് എന്ന് വരുത്തിയൊരു മടക്കമാണ് അവൻ്റേത്. ഉപ്പയുടെ ജന്മദിനമാണ് മോളെ, ഉമ്മ വെറുതെ ഒന്ന് പറഞ്ഞു. ജാസ്മിൻ ദയനീയമായി ആഷിക്കിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ വേണം ഇനിയൊരു തീരുമാനമെടുക്കാൻ. ഉപ്പയുടെ ജന്മദിനം ഇത്തവണ നമുക്ക് ഗംഭീരമാക്കണം. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞേ ഇനി മടങ്ങുന്നുള്ളൂ. ആ വാക്കുകൾക്ക് അർത്ഥങ്ങൾ ഏറെയായിരുന്നു. മാതാപിതാക്കളുടെ പ്രതീക്ഷ, ഒരു പെണ്ണിൻ്റെ സ്വപ്നം, ഒരു ഭർത്താവിൻ്റെ കടമ, എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നിരുന്നു. ജാസ്മിൻ വീണ്ടും ഒരു 18കാരിയെപ്പോലെ ആ മുറ്റത്തും പറമ്പിലും ഓടി നടന്നു. പൂവാലി പശുവിന് തീറ്റ കൊടുത്തും ചക്കിപ്പൂച്ചയെ കിന്നരിച്ചും ഉപ്പൻ്റെയും ഉമ്മൻ്റെയും കുഞ്ഞോളെ എന്ന വിളി കേട്ട് സങ്കടങ്ങൾ മറന്നു. വൈകിയെങ്കിലും എന്നെ മനസ്സിലാക്കിയ ആഷിഖാനെ അവൾ സ്നേഹിച്ചു, മുമ്പത്തേതിലേക്കാൾ 10 മടങ്ങ്.